സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈ കർത്താവിൻ്റെ ദിവസം, ഈ ആരാധനയുടെ ദിവസം, ഞായറാഴ്ച ദിവസം, ഇത് 20ാമത്തെ ഞായറാഴ്ച ഓർഡിനറി ടൈം. ഇന്ന് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്, നാം ഇന്ന് ദൈവാലയത്തിലേക്ക് പോവുകയാണ്. കർത്താവിൻ്റെ മേശയിൽ നിന്നും ഭക്ഷിക്കുവാൻ. നമ്മൾ ഈ ആഴ്ചയുടെ ബാക്കി എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഭൗതികമായ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുകയായിരുന്നു. ഭൗതികമായ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ സമയം പൂർണ്ണമായും ചെലവഴിക്കുകയായിരുന്നു. ഈ ഞായറാഴ്ച ദൈവ ആരാധനയുടെ ദിവസം, അല്ലെ കർത്താവിൻ്റെ ദിനം എന്നാണ് വെളിപാടിൽ നമ്മൾ വായിക്കുന്ന യോഹന്നാൻ്റെ വെളിപാടിൽ തുടങ്ങുന്ന കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കുക. അപ്പോൾ കർത്താവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായി ബന്ധം, നമ്മുടെ ആത്മാവാണ് എപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ്, നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ദൈവത്തിൻ്റെ. പക്ഷേ ദൈവത്തിൻ്റെ സ്വന്തമായി നമ്മളിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതായത് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആ മേഖല അത് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കുഞ്ഞ് വീട്ടിൽ അമ്മയെ കാത്തിരിക്കുന്ന ഒരു കുഞ്ഞ് നമ്മൾ ചിന്തിച്ചു നോക്കാം, അല്ലേ? അമ്മയെ കാത്ത്, അമ്മയുടെ കൊച്ചു കുഞ്ഞാണെങ്കിൽ അമ്മയുടെ പാല് കുടിക്കാൻ വേണ്ടി, അല്ലെ അമ്മയുടെ തത്രപ്പാട് ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് എന്നതിനെ മുലയൂട്ടുവാൻ. കാരണം ആ കുഞ്ഞിന് തൻ്റെ സാന്നിധ്യം, തൻ്റെ സ്നേഹം, തൻ്റെ സംരക്ഷണം ആവശ്യമാണെന്ന് അമ്മയ്ക്ക് നല്ല ഉള്ളിലൊരു ചിന്തയുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അമ്മയും കുഞ്ഞുമായുള്ള ബന്ധം ഏതാണ്ട് ഇതുപോലെയാണ്. ഞായറാഴ്ച ദിവസം ദൈവം നമ്മുടെ ആത്മാവിനെ ഊട്ടുവാനായിട്ട് മാറ്റിവെച്ച ദിവസമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ബാക്കി 6 ദിവസവും, അല്ലേ, കർത്താവ് വിശ്രമിച്ചു. സാബത്ത് കർത്താവിൻ്റെ വിശ്രമ ദിവസം, കർത്താവിനോടൊത്ത് നമ്മളുമായിരിക്കുന്ന ഒരു ദിവസം. നമ്മുടെ ആത്മാവിൻ്റെ ഭോജനമായി, പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്ക സഭയിൽ നമുക്കറിയാം, വിശുദ്ധ കുർബാന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതാണ്. ദേവാലയത്തിലേക്ക് നമ്മൾ പോകുന്നത് വിശുദ്ധ കുർബാനയായി തീരാനാണ്. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ആരാധിക്കാനാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ, അല്ലേ, നമ്മളുടെ പലപ്പോഴും ചിന്തിച്ചാണ് റോമർ 12 പറയുന്നുണ്ടല്ലോ, ദൈവ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരവും മനസ്സും ലോകത്തിൻ്റെതായി നമ്മൾ വിട്ടുകൊടുത്ത ഒരാഴ്ച, ഈ ദിവസങ്ങളിൽ മുഴുവനും ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്ത നമ്മുടെ ഈ ശരീരവും മനസ്സും ദൈവത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. കാരണം എന്താ? നമ്മുടെ ഈ ശരീരവും മനസ്സും ദൈവത്തിന് അടിയറ വെക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിന് കടന്നു വരാൻ പറ്റുക. നമ്മുടെ ശരീരവും, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി സമർപ്പിക്കുവാൻ. ഇതാണ് യഥാർത്ഥമായ ആരാധന. നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, മനോഭാവങ്ങളെ ദൈവത്തിനു മുമ്പിൽ അടിയറ വയ്ക്കാൻ. വീണ്ടും പറയാണ്, നമ്മുടെ മനസ്സിൻ്റെ നവീകരണം വഴി നമ്മൾ രൂപാന്തരീകരണം പ്രാപിക്കുവാൻ. അപ്പോൾ നല്ലതും ദൈവഹിത പ്രകാരമുള്ളത് എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ശരീരവും മനസ്സും ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സിലും കൂടെ ദൈവം കടന്നു വന്നുകൊണ്ട് നമ്മുടെ ആത്മാവില് വന്ന് വസിക്കുകയാണ്. ആരാധനയ്ക്ക് പോകുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ശരീരവും മനസ്സും ദൈവത്തിന് അടിയറ വയ്ക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ഭക്ഷണം കൊടുക്കുവാണ്. എസെക്കിയേലിന്റെ പുസ്തകം നമ്മൾ പറയുന്നുള്ളൂ, അസ്ഥികളുടെ താഴ്വരയിൽ പ്രവാചകനോട് പറയാണ്, നീ അസ്ഥികളോട് പോയി വചനം പറയുക, അവയ്ക്ക് ജീവൻ ഉണ്ടാകുമെന്ന്. അപ്പൊ ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ആത്മാവിന് ജീവൻ നൽകുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ പൂർണ്ണതയാണ് കുദാശിയായി മാറിയ ഈശോ ദിവ്യകാരുണ്യമായി മരുഭൂമിയിൽ അവർക്ക് വിശന്നപ്പോൾ അവർക്ക് ശരീരത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി അന്ന് സ്വർഗത്തിൽ നിന്നും ആകാശത്തു നിന്നും മന്ന പൊഴിച്ചു കൊടുത്തു. അതെല്ലാ ദിവസവും അവർക്ക് ലഭിച്ചിരുന്നു. ഇന്നത്തെ സുവിശേഷം ആഗോള സഭയിൽ ഈ ഞായറാഴ്ച ദിവസം യോഹന്നാൻ 6ാമത്തെ അധ്യായത്തിലാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനമാണ്. യോഹന്നാൻ 6ാമത്തെ അധ്യായം മുഴുവനും പലപ്പോഴും ഞാൻ ഓർമ്മിച്ചിട്ടുണ്ട്, വായിച്ച് ധ്യാനിക്കുന്നതല്ലാണ് ആ വചനമൊക്കെ. പലപ്പോഴും നമുക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച, ആത്മീയ അറിവ് മനസ്സിലാക്കാൻ നമുക്കത്
വ്യക്തമായി പഠിപ്പിക്കും. ഒന്നുകൊണ്ട് അത്ഭുതങ്ങൾ, വെള്ളത്തിൻ്റെ മീതെ അല്ലെങ്കിൽ അപ്പം വർദ്ധിപ്പിക്കുന്നതും വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഈശോ നടക്കുന്നതും അതിനൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ തൻ്റെ ജീവന്റെ അപ്പം ഞാനാകുന്നുവെന്ന് ഈശോ പറയും. ഇനി യോഹന്നാൻ 6-ാമത്തെ അധ്യായം 51 നിന്നാണ് ഈശോ പറയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് എന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പോകുമ്പോൾ ഭൂമിയിൽ 6-ാമത്തെ അധ്യായത്തിൽ ഈ പറഞ്ഞ യേശു ജീവിച്ചിരുന്നപ്പോൾ കുദാശയായി മാറുന്നതിന് മുമ്പായുള്ള യേശുവിൻ്റെ വാക്കുകളാണിത്. പെസഹ രാത്രിയിൽ അപ്പം എടുത്തുകൊണ്ട് ഈശോ പറഞ്ഞു, അപ്പം എടുത്തുകൊണ്ട്, ഗോതമ്പപ്പം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു. മുന്തിരിച്ചാർ എടുത്തുകൊണ്ട് പറഞ്ഞു, വീഞ്ഞ് ഇല്ലാത്ത ഒരു ആഘോഷമില്ല പഴയ നിയമത്തിൽ. അപ്പൊ ആ വീഞ്ഞ് എടുത്തുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങള് ഇത് വാങ്ങി പാനം ചെയ്യും, ഇത് എൻ്റെ രക്തമാണ്. മനുഷ്യന് ഏറ്റവും ആനന്ദം നൽകുന്നതാണ് വീഞ്ഞ്, അല്ലേ? വീഞ്ഞില്ലാത്ത, അല്ലേ? ഇന്ന് പലരോടും പറയുമ്പോൾ നമ്മളൊരു അല്ലേ കുഞ്ഞുങ്ങളൊക്കെ പറയും, നമ്മുടെ എൻ്റെ കല്യാണത്തിന് വീഞ്ഞ് വേണ്ട, കള്ളൊന്നും കൊടുക്കേണ്ടെന്ന് പറയും. ഇല്ലല്ലേ, അതില്ലാതെ ആൾക്കാർക്ക് സന്തോഷമില്ല, ആൾക്കാർ പിണങ്ങും. ഇന്നത്തെ പ്രശ്നം അതാണ്. കാരണം പഴയ നിയമത്തിൽ അതേക്കുറിച്ച് പലപ്പോഴും ഓർപ്പിച്ചിട്ടുള്ളതാണ് പ്രിയമുള്ളവരെ. ആ വീഞ്ഞ് തൻ്റെ രക്തമാക്കി ഈശോ എന്ന് പറഞ്ഞതാണ്, ഇത് നിങ്ങൾ കുടിക്കുവിന്. വീഞ്ഞല്ല നിങ്ങൾ കുടിക്കേണ്ടത്, നിങ്ങൾ എൻ്റെ രക്തമാണ്. നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുവിൻ, വ്യക്തമായി ഈശോ പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ ശരീരം കുദാശയായി മാറിയതിന് മുമ്പ് ഈശോ അതേക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവർക്കത് മനസ്സിലായില്ല, അല്ലേ? എന്നോ യേശു പറയാണ്, നിങ്ങൾ എൻ്റെ ഈ ശരീരം ഭക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇവനെ കൊല്ലണം, അല്ലേ? ആടിനെ കൊല്ലുന്നത് പോലെ ഇവനെ കൊല്ലണം, എന്നിട്ട് ഇവൻ്റെ ശരീരം വേവിച്ച് ഭക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവനെന്താ? ഇവന് സുബോധം പോയി. കൊല്ലരുത് എന്ന് പറഞ്ഞ ഒരു കൽപ്പനയാണ്. ഇവനെ ഭക്ഷിക്കാൻ, ഇവനെ കൊല്ലാതെ പറ്റില്ലല്ലോ. 5-ാമത്തെ കൽപ്പനയാണ് കൊല്ലരുത്. അപ്പോൾ ഇവൻ പറയുന്നതെല്ലാം ഇവന് തന്നെ അറിയത്തില്ല എന്താ ഈ പറയുന്നതെന്ന്. ഇതിനുള്ളവർ ഇത് യഥാർത്ഥത്തിൽ എന്നിടയ്ക്ക് ഓർപ്പിച്ച പോലെ അന്ത്യത്താഴ് സമയത്ത് മത്തായി 26 നമ്മൾ കാണുന്നുണ്ട്. 26-ാമത്തെ വചനം, യേശു അപ്പം അന്ത്യത്താഴ് സമയത്ത് താൻ ബലിയായി തീരാനുള്ള, കാൽവരിയിലെ ബലിയായി തീരാനുള്ളതിൻ്റെ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് തലേ രാത്രിയിൽ ഈശോ ചെയ്ത വലിയ സംഭവമാണ്. അതായത് നമ്മുടെ ആത്മീയ ഭോജനമായ യേശു മാറുകയാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടി, നമ്മുടെ ശരീരം ദൈവ ആലയമായി, നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ ജീവിതം ദൈവികമായി തീരാൻ യേശു തൻ്റെ ശരീരം അർപ്പിക്കുകയാണ്. ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ തൻ്റെ ശരീരത്തിൻ്റെ അർപ്പണത്തിലൂടെ പാപത്തിൻ്റെ അടിമത്തിലുള്ള നമ്മുടെ ശരീരങ്ങളെ ദൈവ ആലയങ്ങളാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് യേശു കുരിശിൽ ചെയ്തത്. നമ്മുടെ മനുഷ്യ ജീവിതങ്ങളെ ദൈവ ആലയങ്ങളാക്കി മാറ്റുകയായിരുന്നു. തൻ്റെ ശരീരത്തിൻ്റെ അർപ്പണത്തിലൂടെ മനുഷ്യൻ്റെ പാപങ്ങളെ, മനുഷ്യനിൽ പ്രവർത്തിച്ചുണ്ടാക്കിയ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും യേശു സാത്താനോട് പോരാടി. ഇന്നലെയൊക്കെ നമ്മൾ ചിന്തിച്ചു, അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി. യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങി. നമ്മുടെ പാപ അവസ്ഥയിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി. സാത്താൻ്റെ അടിമകളായിരുന്നു നമ്മളെ അവൻ പാപത്തോടുകൂടി വിലയ്ക്ക് വാങ്ങി. നമ്മുടെ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും തകർച്ചകളും എല്ലാമായിട്ട് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിട്ട് അവൻ്റെ കാൽവരിയുടെ യോഗ്യതയാൽ അവൻ നമ്മളുടെ ശാപങ്ങളെ ഇല്ലാതാക്കി, നമ്മുടെ രോഗങ്ങളെ ഇല്ലാതാക്കി, നമ്മുടെ ഈ ജീവിതങ്ങളെ അനുഗ്രഹമാക്കി മാറ്റി. എന്നിട്ട് നമ്മുടെ ഈ ശരീരത്തോട് ചേർന്ന് നമ്മുടെ ആത്മാവില് ദൈവത്തിന് വസിക്കാൻ ഒരു ജെറുസലേം ദേവാലയമാക്കി നമ്മളെ മാറ്റി എന്ന് വേണേൽ പറയാം. സമാഗമ കൂടാരമാക്കി നമ്മളെ മാറ്റി, വാഗ്ദാന പേടകമാക്കി നമ്മളെ മാറ്റി, നമ്മുടെ ആത്മാവിൽ വസിക്കാൻ. നമ്മുടെ ആത്മാവില് ദൈവം വസിക്കാൻ, നമ്മുടെ ആത്മാവിനോട് ചേർന്ന് വസിക്കാൻ അവിടുന്ന് കൂദാശയായി മാറി, അപ്പമായി മാറി. കാരണം നമുക്കറിയാം, അവർക്കത് അരോചകമായി ആ വാക്ക് അവൻ പറഞ്ഞത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. എൻ്റെ ശരീരമാണ് ഈശോ പറയുന്നു. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു,
സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ, മരണശേഷമുള്ള ജീവൻ, നിത്യജീവൻ, ഒരിക്കലും അവസാനിക്കാത്ത ജീവൻ. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. തന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് ഈശോ പറഞ്ഞത്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്. മൈ ബോഡി ഈസ് എ റിയൽ ഫുഡ്. നമ്മൾ നല്ല ഇറച്ചി മേടിച്ച് നല്ല മസാലയൊക്കെ ഇട്ട് കറി വെച്ച് കഴിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ അവർക്ക് തോന്നിയത്, ഇവനെന്താ പറഞ്ഞു, ഇവനെ നമ്മൾ കറി വെച്ച് തിന്നണമെന്നാണ്, ഇവന് സുബോധം പോയിരിക്കുന്നു. പക്ഷെ യേശു പറഞ്ഞത്, താൻ അന്ത്യത്താഴ് സമയത്ത് വരാനിരിക്കുന്ന നാളുകളിൽ തന്റെ രക്ഷാദൗത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നതിനായി തന്നിൽ നിറവേറേണ്ട വചനം കൂദാശിയായി താൻ മാറുമ്പോൾ, ഇന്ന് നമ്മൾ വിശുദ്ധ ബലിവേദിയിൽ അപ്പമെടുത്ത് കൂദാശിയിലൂടെ തന്റെ ആത്മീയ ശരീരമായി മാറിയ ശരീരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ടാൽ അപ്പമാണ്. എന്താ പറഞ്ഞത്? അന്ന് യേശുവിന്റെ ശരീരം ഇത് അപ്പമാണെന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് അപ്പം എടുത്തുകൊണ്ട് ബലിവേദിയിൽ നിന്ന് പുരോഹിതൻ പറയാണ്, ഇത് എന്റെ ശരീരമാകുന്നു. പെസഹ രാത്രിയിൽ യേശു ചെയ്തതാണ്. ഇത് എന്റെ ശരീരമാകുന്നു, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എന്റെ രക്തമാകുന്നു. വീഞ്ഞ് ഉള്ള പാനപാത്രം എടുത്തുകൊണ്ട് അത് തന്റെ രക്തമാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിന്, നമ്മുടെ നിത്യജീവന് വേണ്ടിയിട്ട് ഉള്ള ഭക്ഷണമായിട്ട് കാൽവരിയിൽ അവൻ തൻ്റെ ജീവൻ അർപ്പിച്ചു. നമ്മുടെ ഈ ഭൂമിയിൽ ഇനിയുള്ള ജീവിതത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ ഭോജനമായി ആത്മാവ് ശക്തി പ്രാപിക്കണം. നമ്മുടെ ആത്മാവ്, പൗലോസ് പറയുന്നത് പോലെ, എന്നിലെ ബാഹ്യ മനുഷ്യൻ അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? എത്രമാത്രം നല്ല ഭക്ഷണം കഴിച്ചാലും, എത്രമാത്രം വില കൂടിയ രീതിയിൽ ശരീരത്തിന് വേണ്ടി ഏറ്റവും നല്ല കുഴപ്പമൊന്നുമില്ലാത്ത ഭക്ഷണം കഴിച്ചാലും കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ പറയും, എന്താ പറ്റി, എൻ്റെ ശരീരം ഇങ്ങനെ ചുളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു നോക്കുമ്പോൾ മുടിയൊക്കെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അല്ല, ഇപ്പോൾ ശരീരമൊക്കെ പണ്ടത്തെ പോലെ സൗന്ദര്യമൊക്കെ ഒന്ന് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ധനവാനും ദരിദ്രനും എത്രമാത്രം നല്ല ഈ ഭൂമിയിലെ ഭക്ഷണം കഴിച്ചവനും കുറെ കഴിയുമ്പോൾ ഈ ശരീരം ഇങ്ങനെ ചുളിഞ്ഞ് ആരോഗ്യമൊക്കെ പോയി. കൈക്ക് വേദന, കാലിന് വേദന, വിരലനക്കാൻ മേല, നടുവിന് വേദന, പണ്ടത്തെ പോലെ നടക്കാൻ വരുന്നു, നടന്നാൽ അവിടെ നടുവെട്ടി, അവിടെ വെട്ടി, ഇവിടെ വെട്ടി. അപ്പൊ എങ്ങനെയായാലും നമ്മളുടെ ഏതൊക്കെ രീതിയിൽ ഭക്ഷണം കഴിച്ചാലും ഈ ശരീരം മണ്ണായി തീരുകയാണ് ക്രമേണ. അവസാനം ഇത് നമ്മുടെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ പിന്നെ ഇത് ഒന്നിനേക്കുള്ള ശവമായിട്ട് മാറി. എത്രയും വേഗം മറയ്ക്കണമെന്ന് പറഞ്ഞു, അല്ലേ? നാറ്റം വെക്കും. ഞങ്ങൾ ഈ മനോഹരമായി സൂക്ഷിക്കുന്ന ഈ ശരീരം, ഇപ്പൊ നമ്മുടെ ഈ ശരീരത്തോട് ചേർന്ന ഒരു ആത്മാവ്, അതാണ് ദൈവം നോക്കുന്നത്, അല്ലേ? നമ്മൾ വാഴ വളർന്നു, അല്ല, വാഴ എത്ര മനോഹരമായിട്ടൊരു വാഴ വളർത്തിക്കൊണ്ടുവന്ന വാഴക്കൊല ഉണ്ടായി കഴിയുമ്പോൾ ഇവന് ആ വാഴയെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ഇനി ആ വാഴക്കൊലയിലാണ് എല്ലാവരും നോക്കുന്നത്, അല്ലേ? മൂത്ത വാഴക്കൊല വെട്ടാറായോ? വാഴക്കൊല വെട്ടിയാൽ പിന്നെ ആ വാഴയുടെ ഗതി ഓർത്ത് നോക്കി. അതിനെ വെട്ടിക്കൂട്ടി എവിടെയും ഒതുക്കുകയാണ്, വാഴക്കൊലയുമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഇതുപോലെ തന്നെയാണ് നെൽച്ചെടിയുടെ യേശു പറഞ്ഞില്ലേ, അവസാന ദിവസം കൊയ്ത്ത് സമയത്ത് നെല്ല് അറപ്പുരകളിൽ ശേഖരിക്കും, അതിൻ്റെ കച്ചി, വൈക്കോല് അത് ചാരമായി ചുട്ടുകളയും. നമ്മുടെ ജീവിതത്തില് നമ്മുടെ ആത്മാവാണ് നിത്യജീവൻ. യേശു പറഞ്ഞു, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അതിൽ തന്നെ യോഹന്നാന്റെ വായനയിൽ 6-ാമത്തെ അധ്യായം 63 ആത്മാവാണ് ജീവൻ. അപ്പൊ നമ്മുടെ ആത്മാവിന് വേണ്ടിയുള്ള ഭക്ഷണമായിട്ടാണ് യേശു ശരീരത്തിന് വേണ്ടി ബലിയായി കാൽവരിയിൽ നമ്മുടെ ശരീരത്തെ വീണ്ടെടുക്കാൻ, നമ്മുടെ ജീവിതത്തെ വീണ്ടെടുക്കാൻ കാൽവരിയിൽ ദുഃഖവെള്ളിയാഴ്ച ബലിയായി തൻ്റെ സകല സഹനങ്ങളും പീഡകളും മുഴുവൻ നമ്മുടെ ഈ ശരീരങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണെങ്കിൽ
പെസഹ രാത്രിയിൽ താൻ അപ്പമായി കുദാശയായി മാറിയത് നമ്മുടെ ആത്മാവിന്റെ യഥാർത്ഥ ഭക്ഷണമായി തീരാൻ വേണ്ടിയിട്ടാണ്. അതെ, ഇപ്പൊ നമ്മളിത് തിരിച്ചറിയണം പ്രിയമുള്ളവരെ. ഇന്ന് പൗലോസ്ലീഹ രണ്ടാമത്തെ വായനയിൽ യോഹന്നാൻ 6 അവരിങ്ങനെ പറഞ്ഞു, ഇവന്റെ ശരീരം എങ്ങനെ ഭക്ഷണമായി തരാൻ പറ്റും? കൃത്യമായി യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞായറാഴ്ച ദിവസം നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് നിത്യജീവന്റെ ഭക്ഷണം കഴിക്കാനായിട്ടാണ്. നമ്മൾ അതുപോലെ ഒരുങ്ങിപ്പോണം, അല്ലേ? നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുമ്പോൾ ഇന്ന് അന്നത്തെ കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ പറയും നല്ലതായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാവിലെ ഒന്നും വേണ്ട, കഴിക്കുന്നില്ല, നന്നായിട്ടൊന്ന് കഴിക്കണം. ഇന്ന് വൈകിട്ട് നമ്മൾ ഡിന്നറിന് പോവുകയാണ്, നമ്മൾ ഇന്ന റെസ്റ്റോറൻറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ ഒന്നും വേണ്ട, എനിക്ക് നന്നായിട്ട് അവിടുത്തെ രുചികരമായ എൻ്റെ ഫേവറേറ്റ് ഫുഡ് അത് ഞാൻ കഴിക്കാൻ പോവുകയാണെന്ന്. നമ്മൾ ആത്മീയ ഭക്ഷണത്തിനായി പോകുമ്പോൾ നമ്മൾ അതുപോലെ ഒരുങ്ങാറുണ്ട്. നമ്മളിങ്ങനെ പോയിട്ട് എല്ലാവരും വെച്ച് നീട്ടുമ്പോൾ നമ്മളും നീട്ടി മേടിച്ച് കഴിച്ചിട്ട് പോരുന്നതാണ്. നമുക്ക് വേണ്ട ഇവിടെ നമ്മളൊന്ന് വേണ്ട ഒരുക്കത്തെക്കുറിച്ചാണ് ഈശോ ഇന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നത്. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്. ആത്മീയമായിട്ടാണ് ഈശോ പറയുക. ഇന്ന് നമ്മൾ അപ്പത്തിൻ്റെ രൂപത്തിൽ കാണുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഓർപ്പിക്കാറുള്ളത് പോലെ യേശുവിൻ്റെ ആത്മീയ സാന്നിധ്യമാണ്, അവിടെ ഒരു ശരീരമാണ്, അവൻ്റെ ജീവനുള്ള സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന. ചുമ്മാ ഇങ്ങനെ ഇറച്ചി കഷ്ണവും പലരും അങ്ങനെ ചിന്തിക്കുന്നവനാണ് പലയിടത്തും അങ്ങനെ കാണപ്പെട്ടു വരുന്നത്. നമ്മുടെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ ചിന്ത ഇതാണ്, ഇത് ഇറച്ചി കഷ്ണം പോലെയാണിത്. അല്ല, അത് നമ്മൾ ഇറച്ചി കഴിക്കുന്നവർ കഴിക്കില്ല. അവൻ നമ്മുടെ ആത്മാവിലേക്ക് വന്ന്, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ അമ്മ വന്ന് കുഞ്ഞിനെ എടുക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിലേക്ക് ആത്മീയ വ്യക്തിത്വമായി കടന്നു വന്നുകൊണ്ട് നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ആത്മീയ യേശുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം. പലപ്പോഴും ചിന്തിച്ച് ഉത്ഥാനം ചെയ്ത യേശു ഒരു വ്യക്തിയാണ്, പക്ഷെ ആരും കണ്ടാൽ മനസ്സിലാകില്ല, വേറൊരു രൂപത്തിലാണ്. ഉത്ഥാനം ചെയ്ത യേശുവിനെ കണ്ടവർക്ക് ആർക്കും മനസ്സിലായില്ല. മഗ്ദലന മറിയം വിചാരിച്ചു തോട്ടക്കാരനാണെന്ന്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഒന്നും മനസ്സിലായി പോയില്ല, അവർ അപരിചിതനാണ്, വഴിയാത്രയ്ക്ക് കൂടെ വന്ന ഒരാളായിട്ട് തോന്നിയുള്ളൂ. തോമാശ്ലീഹ അതുകൊണ്ടാണ് പറഞ്ഞത്, അവർ പറഞ്ഞ അവനെ ഞാൻ കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കണ്ടാൽ അവൻ്റെ രൂപമൊന്നുമില്ല, എന്നാലും ഒരു വ്യക്തി അവനോട് സംസാരിച്ചു വന്ന് ഞങ്ങളോട് സംസാരിച്ചു എന്ന് വളരെ വ്യക്തമായത് അവൻ്റെ രീതി തന്നെയാണ്. പക്ഷേ അവനാണോ? അപ്പാണ് തോമാശ്ലീഹ പറഞ്ഞെന്താ, ഒറ്റ അടയാളമുള്ളൂ, അവൻ്റെ കയ്യിൽ ആണിപ്പഴുതുകൾ കാണും, അവൻ്റെ കാലിൽ ആണിപ്പഴുതുകളാണ്, അവൻ്റെ വിലാപ്പുറത്തുണ്ടല്ലോ ആ കുന്തം കൊണ്ട് കുത്തിയില്ലേ പട്ടാളക്കാരൻ, ആ മുറിവും കാണും, എങ്കിലത് അവൻ തന്നെയാണെന്ന് പറഞ്ഞു, സംശയം എടുക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തോമാശ്ലീഹ പറയാണ്, ഞാൻ വിശ്വസിക്കില്ല, അവനെ ഞാൻ കാണാൻ, അവൻ്റെ കയ്യിൽ ആണിപ്പഴുത് കാണാം, അവൻ്റെ കാലിലും കയ്യിലും ആണിപ്പഴുത് കാണാം, വിലാപ്പുറത്തെ മുറിവ് കാണാം, അതെനിക്ക് കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കണം, അവനൊരു ഭൂതമൊന്നുമല്ല, അവൻ ജീവിച്ചിരിക്കുന്നതാണ് എനിക്ക് ഉറപ്പാക്കണം. നമുക്കറിയാം, യേശു വന്ന് അവിടെ ബോധ്യം കൊടുത്തു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് തോമാശ്ലീഹ ഉത്ഥാനം ചെയ്ത. അതാണ് യേശു ഒരു വ്യക്തിയാണ്, ഉത്ഥാനം ചെയ്ത യേശു ഒരു വ്യക്തിയാണ്. പക്ഷേ അവൻ നമുക്ക് വേണ്ടി വെളിപാട് 5 പറയുന്ന പോലെ അവൻ്റെ ശരീരത്തിൽ നിന്ന് മുറിപ്പാടുകളുണ്ട്. എന്തിനാ? വാനമേഘങ്ങളിൽ അവൻ വീണ്ടും എഴുന്നള്ളി വരുമ്പോൾ ചിലർക്ക് സംശയം തോന്നുന്നു, ഇത് ചുമ്മാതായിരിക്കും, ഇത് അവനൊന്നും ആയിരിക്കത്തില്ല, ഇത് അവനെ പണ്ടേ ഇല്ലാതാക്കിയതാണ്. അതുകൊണ്ട് വാനമേഘങ്ങളിൽ അവൻ എഴുന്നള്ളി വരുമ്പോൾ സംശയിക്കേണ്ട, അവൻ കുരിശിന്റെ അടയാളത്തോടെയാണ് വരാൻ പോകുന്നത്. എല്ലാ മിഴികളും കാണും, അവന്റെ കയ്യിലും കാലിലുള്ള ആണിപ്പഴുതുകൾ കാണും, അവന്റെ വിലാപ്പുറത്തെ മുറിവും കാണും. വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അവനെ കുത്തിവെങ്കൽ പോലും അവനെ കാണും, അവരെ നിലവിളിക്കും, ഞങ്ങൾ എന്താണ് ഈ ചെയ്തത്, ഞങ്ങളിങ്ങനെ വിചാരിച്ചിരുന്നില്ലല്ലോ. അവർ മലകളോട് തങ്ങളുടെ മേൽ വീഴുക എന്നവർ പറയും. ഇത്രയും നാളും ഭൂമിയിൽ ഇതൊന്നും വിശ്വസിക്കാതെ കർത്താവിനെ, വിശുദ്ധ കുർബാനയെ നിന്ദിക്കുകയും അവമാനിക്കുകയും സാത്താൻ സഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്ത അനേക ജീവിതങ്ങളുണ്ട് ഈ ഭൂമിയിൽ. അവരെയൊക്കെ മുമ്പിൽ അവൻ എഴുന്നള്ളി വരുമ്പോൾ ആ പ്രഭാപൂരത്തിലെല്ലാം ഇത് സംഭവിക്കാനുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് യേശു നമ്മളോട് പറയുന്നത്, എന്നെ ഭക്ഷിക്കുന്നവർ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചുവെങ്കിലും മരിച്ചു, അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും, നിത്യജീവൻ. നമ്മൾ മരിച്ചാലും ജീവിക്കും, നിത്യതയ്ക്ക് വേണ്ടി. പൗലോസ് അപ്പോസ്തലൻ ഇന്ന് 2ാമത്തെ ആഗോള സഭയിൽ 2ാമത്തെ വായനയിൽ
ഇന്ന് ഉറപ്പ് ചെയ്തതിനാണ് നമ്മുടെ ഈ ജീവിതം, അല്ലെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഒരുക്കത്തോടെ ആയിരിക്കട്ടെ. നല്ല യേശു നമ്മുടെ ശരീരത്തെ മനസ്സിനെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ടായിരിക്കട്ടെ. അല്ലെ പൗലോസിലെ 1 പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ വിവേചിക്കുക, ശരീരത്തെ ആരാധനയായ ദൈവത്തിന് അടിയറ വെക്കാതെ നിങ്ങൾ ഇത് ഭക്ഷിക്കരുത്. കാരണം ഈ ആത്മാവ് നിങ്ങൾ കർത്താവിന്റെ ശരീരത്തിൽ രക്തത്തിനെതിരെ നിങ്ങൾ പാപം ചെയ്യാൻ നിങ്ങൾ അശുദ്ധിയോടെ ഈ കുർബാന സ്വീകരിക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് ഇന്ന് എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്നാണ് ഇന്ന് എഫേസ്യസ് 5-ാമത്തെ അധ്യായത്തിലൂടെ 15-2 വായന. അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഫോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. എന്താ ഇത് ഫോഷന്മാരാകുക എന്ന് പറയുന്നത്? പഴയ നിയമത്തിലെ വായന ഇന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നുമാണ്. അവിടെ പറഞ്ഞത് എന്താ? ജ്ഞാനം ഉണ്ടായിരിക്കട്ടെ, ജ്ഞാനം അല്ലേ. ഓമന അലക്സ് ന്യൂയോർക്കിലെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇന്ന് ഈ ന്യൂയോർക്കിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ലോകം മുഴുവന് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന എന്ന് വചനത്തിലൂടെ തുടങ്ങിയപ്പോൾ ഓമന അർപ്പിച്ചത് ജ്ഞാനം. ദൈവം എന്താണ് കാണുന്നത്, ദൈവം എന്താണ് അറിയുന്നത്, ആ ഒരു അറിവ് നമുക്കുണ്ട്. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് ഇന്ന് സുഭാഷിതങ്ങൾ 9 പറഞ്ഞ ജ്ഞാനം കൊണ്ട്, അല്ലേ. പണ്ടിങ്ങനെയായിരുന്നു, മൃഗങ്ങളെ കൊന്ന് വീഞ്ഞ് കലർത്തി വിരുന്നൊരുക്കിയിരിക്കുന്നു. ഇന്ന് കർത്താവ് പറയാണ്, അല്പബുദ്ധികളെ ഇങ്ങോട്ട് വരുവിൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പഴയ നിയമത്തില് വീഞ്ഞില്ലാതെ സന്തോഷിക്കാൻ പറ്റില്ല, അല്ലെ. വീഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് വീഞ്ഞിനെ കുറിച്ചാണ്. സഭാപ്രസംഗം 9-ാമത്തെ അധ്യായത്തിൽ 7 പറയുന്നുണ്ട്, പോയി സന്തോഷത്തോടുകൂടി അപ്പം ഭക്ഷിക്കുകയും ആഹ്ലാദ ഭരിതനായി വീഞ്ഞു കുടിക്കുക, കാരണം നീ ചെയ്യുന്നത് ദൈവം അംഗീകരിച്ചു കഴിഞ്ഞതാണ്. അല്ലെ, വീഞ്ഞു കുടിക്കുന്ന ദൈവം അംഗീകരിച്ചാണ്. പഴയ നിയമത്തിലാണെന്നുള്ള വ്യത്യാസമുള്ളൂ. പഴയ നിയമത്തിൽ ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുള്ള ഒരു മാർഗമില്ലായിരുന്നു അന്ന് സാധാരണ ജനങ്ങൾക്ക്. അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് വീഞ്ഞു കുടിച്ച് മാത്രമേ അന്ന് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ ഫിലിസ്ത്യരിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കുവാനായിട്ട് സാംസൺ ജനിക്കുന്നതിന് മുമ്പായി അവനൊരു ദൈവത്തിന്റെ പ്രവാചകനായി ജനിക്കുവാനുള്ള സാംസന്റെ അമ്മയോട് വയലിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ മുൻകൂട്ടി ഒരു കാര്യം പറയുകയായിരുന്നു. ദേവാലയത്തിൽ വെച്ച് സക്കറിയായുടെ സ്നാപകന്റെ അപ്പനോട് ഇത് തന്നെയാണ് പറഞ്ഞത്. അവൻ വീഞ്ഞു കുടിക്കുകയോ ലഹരിയ പാനീയങ്ങളോ ഉപയോഗിക്കുകയില്ല. യോഹന്നാൻ കർത്താവിന്റെ മുമ്പേ പോകുന്നവരായി കർത്താവിന് വഴിയൊരുക്കുന്നവനായിരിക്കും എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ 24/7 365 days പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവനായിരിക്കണം. ദൈവം മുമ്പേ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞവനാണ് യേശു. അപ്പൊ യേശുവിന് മുമ്പേ പോകാനുള്ളവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരിക്കണം. അതുകൊണ്ട് അവന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരിക്കും. അവൻ വീഞ്ഞോ ലഹരി പാനീയങ്ങളോ ഒന്നും ഉപയോഗിക്കുകയില്ല. അതുകൊണ്ടാ വീഞ്ഞോ ലഹരി പാനീയം ഉപയോഗിച്ചാൽ ഈ പരിശുദ്ധാത്മാവ് വിട്ടുപോകുക. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കി. പഴയ നിയമത്തില് ദൈവം ഒരു ആനുകൂല്യം അനുവദിച്ചത്. പരിശുദ്ധാത്മാവ് ആ കാലത്ത് യേശു കുരിശിൽ മരിച്ച് സ്വർഗാരോഹിതനായ പിതാവിന്റെ വലത്തുഭാഗത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, യേശുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ എന്ന് പറഞ്ഞാൽ എന്താ? റോമർ 8 പറഞ്ഞിട്ടുണ്ട്, ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ. അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ ദൈവ ആത്മാവ് വസിക്കുമ്പോഴാണ് നമ്മൾ തിരുസഭയിലായിരിക്കുക, ദൈവമക്കളായിരിക്കുക. അപ്പോൾ ഈ സാംസന്റെ അമ്മയോട് ദൂതനവൾക്ക് പ്രത്യക്ഷപ്പെട്ടു, നീ വന്ധിയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. പിന്നീട് പറയുന്നുണ്ട്, അവളൊരു പുത്രനെ പ്രസവിച്ചു, സാംസൺ എന്ന് അവന് പേരിട്ടു. കുട്ടി വളർന്ന് കർത്താവ് അവനെ അനുഗ്രഹിച്ചു. സോറായ്ക്കും എസ്തോവിനും മധ്യയുള്ള മഹോനാമയിൽ വെച്ച് കർത്താവിന്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി.
ഇന്ന് സഭയിലായിരിക്കുമ്പോൾ ദൈവാത്മാവല്ലേ നമ്മൾ പ്രവർത്തിക്കേണ്ടത്? അല്ലേ? നമ്മൾ ദൈവാത്മാവല്ലേ? അപ്പോൾ പഴയ നിയമത്തിൽ പണ്ട് ഒത്തിരി കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സുഭാഷിതങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. പല കാര്യങ്ങൾ നമ്മൾ ഞാനത് പറഞ്ഞു വരുന്നത്, അതായത് പഴയ നിയമത്തില് വീഞ്ഞ് ദൈവം അനുവദിച്ചതായിരുന്നു പഴയ നിയമത്തിൽ. അപ്പൊ കാനായിലെ കല്യാണ വിരുന്ന് പഴയ നിയമം പുതിയ നിയമത്തിന്റെ വാതിൽ നിൽക്കുകയാണ്. അപ്പൊ കാനായിലെ കല്യാണ വിരുന്നില് അവിടെ വീഞ്ഞില്ല, സന്തോഷിക്കാനുള്ള വകയില്ലായിരുന്നു. അപ്പൊ യേശു പഴയ നിയമം AD BC കൂടെ ചേർക്കുന്നവൻ പഴയ നിയമവും പുതിയ നിയമവും കൂടെ യോജിപ്പിക്കുന്നിടത്താണ് വന്ന് അവിടെ ആ പഴയ നിയമത്തിലെ ജനങ്ങളുടെ ആ ബലഹീനതകളെ അല്ലെ ആ ആഗ്രഹങ്ങളെ അനുവദിച്ചുകൊണ്ടാണ് അന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ യേശു വെള്ളം വീഞ്ഞാക്കി കൊടുത്തു. പഴയ നിയമം അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ പുതിയ നിയമമാണ് ഇന്ന് ഞാൻ പറഞ്ഞ മത്തായി 26 ഈശോ അന്ന് വെള്ളമാണ് വീഞ്ഞാക്കി കൊടുത്തതെങ്കിൽ യേശു അന്ത്യത്താഴ് സമയത്ത് വെള്ളമല്ല എടുത്തത്. താൻ അന്ന് വെള്ളം വീഞ്ഞാക്കി, ഒരു പ്രതീകമാണ്, അന്ന് വെള്ളം വീഞ്ഞാക്കി കൊടുത്ത് സന്തോഷിക്കാൻ പറഞ്ഞെങ്കിൽ ദൈവരായത് സന്തോഷിക്കേണ്ടത് വീഞ്ഞു കുടിച്ചല്ല, പിന്നെയോ എൻ്റെ രക്തമാണ് നിങ്ങൾ ഇനി പാനം ചെയ്യേണ്ടത്. നിങ്ങൾ ഞായറാഴ്ച ദേവാലയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ രക്തം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ ആത്മാവിന് രക്തം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ലിറ്ററലായിട്ട് രക്തമല്ല, അവൻ്റെ ജീവൻ തന്നെയാണ്. രക്തത്തിലാണ് ജീവൻ എന്ന് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. രക്തത്തിലാണ് ജീവൻ. അപ്പോൾ രക്തം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവൻ തന്നെയാണ്. അപ്പൊ അവന്റെ ജീവൻ തന്നെ നമുക്ക് തരികയാണ്. അപ്പൊ അതാണ് നമ്മൾ ഒരുങ്ങി വരണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഞായറാഴ്ച കർത്താവിന്റെ മേശിനെ ഭക്ഷിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ ഒരുങ്ങി വരണം. അവിടെ എന്താ, നമ്മൾ തലേദിവസം എന്തൊക്കെ പരിപാടിയല്ലേ, പാർട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുടിച്ച് കൂസായിട്ട് അവിടെ ഇവിടെ കിടന്നിട്ട് നമ്മൾ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ ശരീരത്തിനെതിരെ പാപം ചെയ്യുകയാണ്. ശരിക്കും പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അവിടെ എന്താ പൗലോസ് പറയുകയാണ്, അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ഫോഷന്മാരാകാതെ, എഫേസസ് 5:17, ഫോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടമെന്തെന്ന് മനസ്സിലാക്കുകയും, എഫേസസ് 5:18, നിങ്ങൾ വീഞ്ഞ് കുടിച്ച് ഉന്മത്തരാകരുത്. ദൈവവചനമാണ്, പരിശുദ്ധാത്മാവ് പറയുകയാണ്. പഴയ നിയമത്തിൽ പറഞ്ഞു അല്ലേ വീഞ്ഞ് കുടിച്ചോളാൻ, എന്നാൽ പുതിയ നിയമത്തിൽ പറയുകയാണ്. ഞാൻ പറഞ്ഞു യേശു കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയത് പഴയ നിയമത്തിൻ്റെ മനുഷ്യൻ്റെ ആ ബലഹീനത അംഗീകരിക്കുകയാണ്. പക്ഷേ ഇന്ന് വിശുദ്ധ കുർബാനയെക്കുറിച്ച് യേശു പറയുമ്പോൾ അവൻ്റെ രക്തം പാനം ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ട് ഇനിയും നമ്മൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകുന്നതാണ് ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ അതിൽ പരം ദുരന്തമില്ല എന്ന് പറയും. കാരണം എന്താ, നമ്മുടെ ഉള്ളിലേക്ക് ഇന്ന് വചനം പറയുകയാണ്, വീഞ്ഞു കുടിച്ച് എഫേസസ് 5:18, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, അല്ലെ ദുരാത്മാവുണ്ട്. വീഞ്ഞു കുടിച്ച് തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ അതിൽ ദുരാത്മാവ് വ്യക്തിയുടെ ഉള്ളിൽ കയറുകയാണ്. അപ്പൊ എന്താ, ദുരാത്മാവിലെടുത്ത് പരിശുദ്ധാത്മാവ് ഇരിക്കുമോ? ഇല്ല, പരിശുദ്ധാത്മാവ് വിട്ടുപോകും. ഇവിടെ പറയാണ്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയുവിൻ. ദുരാത്മാവിനാലല്ല, മറിച്ച് നിങ്ങൾ ഒരുങ്ങിയിരിക്കുക, വിശുദ്ധിയിലായിരിക്കുക. പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. മറ്റൊരു സ്ഥാനത്ത് നിന്നാൽ പിന്നെ ആരെയാണ് നമ്മൾ പ്രകീർത്തിക്കുന്നത്? പാട്ട് പൂരപ്പാട്ടായിട്ട് മാറും. സങ്കീർത്തനമൊന്നുമല്ല, വേറെ വല്ലതൊക്കെ ആയിരിക്കും ദുരാത്മാവ് നമ്മുടെ ഉള്ളിലൂടെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, കണ്ണൊക്കെ എങ്ങോട്ടായിരിക്കും പോകുന്നത് അല്ലേ? നമുക്കത് അറിയാൻ നന്നായിട്ട്. നമ്മളെ ദുരാത്മാവ് കീഴടക്കാണ്. ആ നിമിഷം മരിച്ചാൽ നമ്മൾ നേരെ കാരണം നമ്മളിലുള്ളത് ദുരാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ നിത്യത്തിലേക്ക്, നിത്യജീവൻ നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മൾ മരിക്കുമ്പോൾ എത്രയോ അപകട മരണങ്ങളാണ്. വീഞ്ഞു കുടിച്ചത്, കള്ളു കുടിച്ചത്, തലയ്ക്ക് പിടിച്ച് മരിച്ചിട്ട് എത്രയോ ദുരാത്മാവ് കൊണ്ടുപോയ എത്രയോ ജീവിതങ്ങളാണ്. സാത്താൻ്റെ വഞ്ചനയിൽ പെടരുന്ന ഈശോ എന്ന് ഓർപ്പിക്കുകയാണ് പറയുന്നത്. ഗാനാലാപങ്ങളാൽ സങ്കീർത്തനങ്ങളാൽ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. അല്ലേ? പരസ്പര സ്നേഹമൊക്കെ മറ്റേ സാധനം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തൊരു ബഹളമാണല്ലേ. പിന്നെ അവിടെ
അടിയും പിടിയും ബഹളവും കൊലപാതകവും കത്തിക്കുത്തും, പിന്നെ ആണെന്നോ പെണ്ണെന്നോ നോട്ടമൊന്നുമില്ല, അമ്മയെന്നോ സഹോദരിയെന്നൊന്നും അറിയത്തില്ല. പിന്നെ കാരണം എന്താ? ഈ ദുരാത്മാവാണ് ഉള്ളിൽ കയറിയിരിക്കുന്ന ആസക്തിയുടെ ദുരാത്മാവ് നമ്മുടെ നാശത്തിലേക്കുണ്ട്. പറയും നമ്മളിത് തിരിച്ചറിയണം, നമ്മുടെ നാശം ഇത് തന്നെയാണെന്ന് ഈശോ നമ്മളെ ഒന്ന് ഓർപ്പിക്കണം. നമ്മളിന്ന് അവനെ സ്വീകരിക്കാൻ പോകുമ്പോൾ 1 കൊരിന്ത്യർ 15 പറഞ്ഞു, നമ്മുടെ ശരീരവും മനസ്സും എൻ്റെ ദൈവമേ തെറ്റി അനുതാപത്തോടെ ഇനിയും ഈ പറഞ്ഞൊന്നും ചെയ്യത്തില്ലെന്ന്, അല്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞു? കർത്താവിനോട് പലപ്പോഴും നുണ പറഞ്ഞു. മരിക്കേണ്ടി വന്നാലും ഇനി ഞാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കില്ല. മരിക്കേണ്ടി വന്നാലും നിന്റെ പരിശുദ്ധാത്മാവിനെ, അല്ലെ? സങ്കീർത്തനം 51 ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതേ. ദൈവം കളയുന്നില്ല, നമ്മൾ തന്നെയാണ് കളയുന്നത്. തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോൾ അത് എല്ലാ ലഹരി എന്തോ ആട്ടെ, അത് ലഹരിയുള്ള എന്തെടുത്താലും നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോകണം, നമ്മുടെ ഉള്ളിൽ ദുരാത്മാവ് പ്രവേശിക്കണം. ദിവ്യകാരുണ്യമേ, സ്വർഗീയ ഭോജനമേ, ഞങ്ങളുടെ ആത്മാവിൽ വസിക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ആത്മാവിലും എന്ന് പറഞ്ഞ പോലെ ജ്ഞാനം, വിവേകം തരണമേ, തിരിച്ചറിവ് തരണമേ. ചില കാര്യങ്ങളൊക്കെയും പ്രത്യേകിച്ച് നമ്മളെ ഈ വീഞ്ഞിനെ കുറിച്ചൊക്കെ ഉള്ള ചിന്ത അത് പഴയ നിയമത്തിലായിരുന്നു. ഈശോ അന്ത്യത്താഴ് സമയത്ത് വീഞ്ഞെടുത്താണ് പറഞ്ഞത്, ഇത് നിങ്ങൾ കുടിക്കുവിന്, ഇതെൻ്റെ രക്തമാകുന്നു. ഇനി മുതൽ ഈ വീഞ്ഞിൻ്റെ ഫലത്തിൽ നിന്നും കുടിക്കുകയില്ല, മുന്തിരിയുടെ ഫലത്തിൽ നിന്നും കുടിക്കുകയില്ല. ദൈവരാജ്യത്തിൽ എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൽ അത് വീഞ്ഞല്ല, യേശുവിൻ്റെ രക്തമാണ്. ദൈവരാജ്യത്തിൽ ഞാനത് നവമായി പാനം ചെയ്യുന്നത് വരെ നിത്യതയിൽ നമുക്ക് വീഞ്ഞൊന്നും വേണ്ട. അവൻ്റെ ആത്മാവാണ് നമുക്ക് ആത്മീയ സന്തോഷം നൽകുക. ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ സന്തോഷമേ, ആത്മാവിൻ്റെ ഭോജനമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.